നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്തത്. ഈ ഒരാഴ്ചക്കിടയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് സിനിമ മുന്നേറിയത്. ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ 65 കോടി രൂപയോളം ആദ്യ ദിവസം കിട്ടിയ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ 14 കോടി രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട്, അതായത് ചൊവ്വാഴ്ച വരെയുള്ള എല്ലാ ദിവസങ്ങളിലും 10 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചു. മറ്റ് പല ഭാഷകളിലും വലിയ തരംഗമായിട്ട്, പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ വലിയ ഹിറ്റാക്കി മാറ്റാൻ സിനിമയ്ക്ക് സാധിച്ചു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ കളക്ഷൻ ആദ്യത്തെ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ വലിയ ഒരു 200 കോടി രൂപ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ പോവുകയുണ്ടായി. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത്, ഈ ആഴ്ച തുടങ്ങിയതിനു ശേഷം തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഡ്രോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. വർക്കിംഗ് ഡേയ്സിലെല്ലാം വലിയ ഡ്രോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലത്തെ കളക്ഷൻസ് ഒക്കെ വലിയ രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ പകുതിയായിരിക്കും ഇന്ന് കളക്ഷൻ കിട്ടുക എന്നാണ് ഇതുവരെയുള്ള ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് വളരെ വേഗത്തിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ നമ്മൾ പറയുന്നില്ല. ഈ തിങ്കളാഴ്ച മുതലുള്ള കണക്കാണ് പറയുന്നത്. തിങ്കളാഴ്ച വേൾഡ് വൈഡ് ആയിട്ട് 11 കോടി 15 ലക്ഷം രൂപയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ചൊവ്വാഴ്ചത്തേക്ക് വരുമ്പോഴാണ് ആദ്യത്തെ വർക്കിംഗ് ഡേ വരുന്നത്. പക്ഷെ അപ്പോഴും 8 കോടി 55 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചു. അതേ കളക്ഷൻ ഈ ആഴ്ച കൂടി നിലനിർത്താൻ സാധിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള കളക്ഷനിലേക്ക് സിനിമ എത്തിയേനെ. എന്നാൽ ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ, അതായത് ഇന്നലത്തെ കണക്കിലേക്ക് വരുമ്പോൾ 5 കോടി 3 ലക്ഷം രൂപ എന്നുള്ള ഒരു വലിയ ഡ്രോപ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നു. ഏകദേശം 40% ഡ്രോപ്പാണ് ഇവിടെ ഈ ചൊവ്വാഴ്ചയിൽ നിന്ന് ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചത്തെ കണക്ക്, അതായത് ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഇതുവരെ ഓൺലൈൻ ടിക്കറ്റിലൂടെ 1 കോടി രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ബുക്കിങ്ങിന്റെ ആവശ്യമില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുക്കിംഗ് നോക്കിയിട്ട് ഇനി ട്രാക്ക് കളക്ഷൻ നോക്കിയിട്ട് മറ്റു കണക്കുകൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ വ്യാഴാഴ്ച 1 കോടി രൂപയോളം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ നേടിയിട്ടുണ്ട്. ആവറേജ് ഇന്നത്തെ ദിവസത്തെ കണക്ക് പുറത്തു വരുമ്പോൾ ഏകദേശം 3 കോടി രൂപയ്ക്ക് താഴെ വന്ന് നിൽക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്നലെ കിട്ടിയതിന്റെ ഒരു 50% അടുത്ത് ഇടിവ് ഇന്നത്തെ കണക്കിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച അവധി ദിവസമായിരുന്നു. ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതൽ കൃത്യമായിട്ടുള്ള ഈ ഒരു ഇടിവ്, ഏകദേശം ഒരു 40-50% വെച്ചിട്ടുള്ള ഇടിവാണ് ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ 300 കോടിക്ക് മുകളിൽ കയറുക എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുമോ എന്നുള്ളത് സംശയമാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ വേൾഡ് വൈഡ് 300 കോടി എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് മലയാള സിനിമ എത്താൻ ഇനിയും ടൈം എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. എന്താണ് വരും ദിവസങ്ങളിലെ അവസ്ഥ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നന്ദി, നമസ്കാരം.